ഹലോ, എന്തെടുക്ക? ഫുഡ് കഴിച്ചോ? ആ കഴിച്ചു. ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു. നീ കഴിച്ചോ? ആ കഴിച്ചു. പിന്നെ നീ ജിന്നിയോട് പറഞ്ഞല്ലേ? അമ്മനെ വിളിച്ചിട്ടുണ്ടായി. ആ ഞാൻ പറഞ്ഞു. ജിന്നിയോടും ജിമിനോടും നിസനോടും എല്ലാരോടും പറഞ്ഞു. എല്ലാരും നല്ല ഹാപ്പിയാ. എന്നാ വെക്കട്ടെ, നാളെ കാണാം. ഇപ്പൊ വിളിച്ചതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ വെക്കുവാണോ? ടൈം എത്രയെന്നൊന്ന് നോക്ക്. നാളെ എനിക്ക് നേരത്തെ എഴുന്നേക്കേണ്ടതാ. ഓ എന്നാ ശരി, വെച്ചോ. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് സ്ലീപ് വെൽ. ഓ, ഞാൻ എത്താറായി. നീ എന്തിനാ കാർത്തിക് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ ഇപ്പൊ വരും. പിന്നെ ടെൻഷൻ അടിക്കാതെ, ഇവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കും. ഓഡിറ്റോറിയത്തില് വേഗം വരാൻ നോക്കിയേ. നീ ഇപ്പൊ എവിടെ എത്തി? ഞാൻ ഓഡിറ്റോറിയത്തിന് കുറച്ച് മുന്നേ ഉള്ള പമ്പില്ലേ, അവിടെ എത്തി. ഇപ്പൊ വരാം. നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാരോടും പറഞ്ഞേ. ഹലോ വിവേകേ, ഹലോ, എന്താണൊന്നും ഇടാതെ? വിവേകേ, ഹലോ, ഹലോ വിവേകേ. എടാ ജിമിനെ, ഇത്രയും ടൈമായി, എന്താ വിവേക് വരാത്തെ? നേരത്തെ കാർത്തികേട്ടനോട് ചോദിച്ചപ്പോ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? നീ ഒന്ന് വെയിറ്റ് ആക്കടാ, അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. എന്തോ മനസ്സിനൊക്കെ ഒരു വല്ലായ്മ പോലെ അത് പറഞ്ഞപ്പോഴാ. നേരത്തെ കാർത്തികേട്ടനെ കൂടെ ഓടിപ്പടിച്ച് പോകണുണ്ടായല്ലോ. അത് വല്ല ആവശ്യത്തിനും പോയതായിരിക്കും. ലിസ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവളെയും കൂട്ടി വരാം. എക്സ്ക്യൂസ് മീ, ജെന്നി, കാർത്തിക്, അത് നിങ്ങളാണോ? അതെ ഡോക്ടർ. അവനിപ്പോ എങ്ങനെയുണ്ട്? ഞാനത് പറയാനാ വന്നത്. 24 hours ഒബ്സർവേഷനിൽ വെക്കണം. കാരണം തലയിടിച്ചാണല്ലോ വീണത്. ഇന്റേണൽ ബ്ലീഡിംഗ് വല്ലതും ഉണ്ടാകുന്നറിയണം. പേഷ്യന്റ് കോൺഷ്യസ് ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണണം എന്ന് വാശി പിടിക്കുക. അധികം സ്ട്രെയിൻ എടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും അകത്തേക്ക് കയറ്റാൻ തീരുമാനിച്ചത്. സോ നിങ്ങളൊരാൾക്ക് കയറി കാണും. കാർത്തിക്, നീ കയറി കണ്ടിട്ടോ? വിവേക്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. നീ എന്തിനാ കരയുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞ നീ ചെയ്യോ? കോമ്പറ്റീഷനൊക്കെ ഇനിയും വരും. നമുക്കിപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നീ ഇപ്പൊ ഇവിടെ നിന്ന് ആദ്യം എല്ലാം ഓക്കെ വരട്ടെ. ഇല്ല, നിനക്കറിയാവുന്നതല്ലേ, ഇതെന്റെ ഡ്രീമാ. ചോയനോട് ഇപ്പൊന്നും പറയരുത്. എനിക്ക് പകരം അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. സാറിനോട് നീ പറഞ്ഞാ മതി. പ്ലീസ്, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം. നീ എന്തൊക്കെയാണ് പറയുന്നത്? പ്ലീസ് കാർത്തിക്, നീ എനിക്ക് വാക്കുതാ. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യൂന്ന്. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. വാക്ക് തരുക. അതെ, പേഷ്യന്റിനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നിരുന്നെങ്കിൽ. എന്തായടാ, എന്തിനവൻ കാണണം എന്ന് പറഞ്ഞേ? അവന് പകരം സോയലിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. എങ്ങനെയെങ്കിലും കോമ്പറ്റീഷൻ നടത്തണം എന്ന് അവൻ പറയുന്നത്. നീ ഇതെന്താ പറയുന്നേന്നുള്ള ബോധം ഉണ്ടായിട്ട് തന്നെയാണോ കാർത്തിക നീ പറയുന്നേ? ജോയലോ, എനിക്ക് അവന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കാൻ പേടിയാകുക. അവനിതെങ്ങാൻ പറഞ്ഞ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ. അവൻ വിവേകിന്റെ കാര്യത്തിന് നല്ല സെൻസിറ്റീവാ.
എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നണില്ല കാർത്തിക്. എനിക്കൊന്നും കേൾക്കണ്ട ജിന്നി. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ജോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ഇത് ഞാൻ വിവേകിന് കൊടുത്ത വാക്കാ. എന്തായാലും ജിമിനെ നിശ്ചയം വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. അതല്ലാണ്ട് വേറെ വഴിയൊന്നും എന്റെ മുന്നിലില്ല. നീ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. ജിനി ചേച്ചി, എന്തൊക്കെയാ ചേച്ചി ഇത്? നിങ്ങളത് എന്തൊക്കെയാ പറയുന്നേ? അവൻ കാണാണ്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. അവൻ ചോദിച്ച ഞങ്ങൾ എന്ത് പറയും? എനിക്കൊന്നും അറിയില്ല ജിമിനെ. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. നിങ്ങളൊന്ന് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേ. ചേച്ചിക്ക് അവന്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞൂടെ? ഞാൻ അവനോട് എന്താ പറയണ്ടേ? ഞാൻ അവനോട് എന്ത് പറഞ്ഞാ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണ്ടേ? എനിക്കറിയില്ല ചേച്ചി, ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. അതെ, ഇപ്പൊ തന്നെ അവൻ അവിടെ എല്ലാവരും അന്വേഷിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഒരു 100 വട്ടമെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്താ വിവേക് വരാത്തേന്ന്. അവനോട് ഞങ്ങളിത് എങ്ങനെ പോയി പറയണമെന്നാ നിങ്ങളീ പറയുന്നേ? പ്ലീസ് ലിസ, നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ ഓർത്തെങ്കിലും ഒന്ന് നിങ്ങളത് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേ. ഇപ്പൊ അവനോട് കാര്യങ്ങളൊന്നും തന്നെ പറയണ്ട. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ അവനെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. പ്ലീസ് ജിമിൻ, പ്ലീസ് അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ അവന് വാക്ക് കൊടുത്തുപോയി. ഓക്കെ, ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ലിസ, നീ എന്ത് ഭാവിച്ച? ജിമിനെ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് അവൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം. നീ വാ. രണ്ടും എവിടെ പോയി കിടക്കുമായിരുന്നു? എന്നോട് എന്തോരം അന്വേഷിച്ചെന്നറിയോ? പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എവിടെ പോയേക്കുമായിരുന്നു രണ്ടും? ഇതെന്താ രണ്ടിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ജോയലെ, ഞങ്ങളൊരു കാര്യം പറഞ്ഞ നീ അത് ചെയ്യോ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം എന്നാ നിങ്ങളീ പറയുന്നേ? ഇന്ന് വിവേകിന് പകരം നീ പെർഫോം ചെയ്യോ? വാട്ട്? നീ ഇത് എന്തൊക്കെയാ ജിമിനെ പറയുന്നേ? എന്താ ജിമിനെ, മര്യാദക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞു? കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്താ ജിമിനെ, മര്യാദക്ക് കാര്യം പറഞ്ഞു. ഞങ്ങൾ നിന്നോട് എന്ത് മറച്ചു വെക്കാനാ? നീ വേണമെങ്കിൽ സാറിനോട് എന്നെ ചോദിച്ചു നോക്കിക്കോ. ഇതേ സാർ വരുന്നു. സാർ, എന്താ സാർ കാര്യം? ഇവരത്തെ വിവേകിന് പകരം എന്നോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നു. എന്താ, വിവേക് വരില്ലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. വിവേകിന് പെട്ടെന്ന് എന്തോ അർജന്റായിട്ടൊരു കാര്യത്തിന് പോകേണ്ടി വന്നു. വിവേക് തന്നെയാ പറഞ്ഞത് തന്നോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിവേകിന് പകരം. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ പറഞ്ഞത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. കാരണം ഈ കോമ്പറ്റീഷൻ അവരുടെ ഡ്രീമാണ്. ഇതിലും വലിയൊരു അർജന്റ് കാര്യം അവനുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എനിക്ക് നല്ലോണം അറിയാം. അവൻ തന്നെയാ നിന്നോട് പറഞ്ഞത് അവന് പകരം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അവന് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിനക്ക് അവനോട് എന്ത് സ്നേഹം ഉള്ളത്? ജിമിനെ, നീ പറഞ്ഞത് പറഞ്ഞു. ഇനി മേല ഇങ്ങനെ നീ പറഞ്ഞു പോകരുത്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വല്ലതുമാണ് നിങ്ങളുടെ വായനൊക്കെ വീഴാൻ പോകുന്നതെങ്കിൽ ഈ ജോയലിനെ ഇരിക്കില്ല നിങ്ങൾ കാണുന്നു. സോ നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് സെന്റ് തോമസ് കോളേജിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ജോയലിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. സോ ജോയൽ, വെൽക്കം ടു ദി സ്റ്റേജ്. Looks like a black parrot. Wish you could flatter me. I want some good day, good day, good day, good day, good day. Looks like a winter bear. You sleep so happily. I wish you good night, good night, good night. Good night, good night. Imagine your face, say hello to me. Turn all the bad days, they're nothing to me with you. Winter
അങ്ങനെ നമ്മുടെ എല്ലാ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്തതായി നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി ചെയർമാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. എല്ലാവരും വളരെ നന്നായി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ ഒരു മത്സരമാകുമ്പോൾ ഒരു വിജയല്ലേ അതിനുണ്ടാകൂ. സോ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാം. The winner is St. Thomas College representative Joel. Joel, welcome to the stage. ഓ, അറ്റ് ലാസ്റ്റ് വിവേകിന്റെ ഡ്രീം ആയിരുന്നത്. അവൻ വന്നില്ല ഇത്ര നേരമായിട്ടും. ഫോൺ അവിടെ അവൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയണം. നല്ല ഹാപ്പി ആകും. ചോയല് നമുക്കൊരു സ്ഥലം വരെയും പോയാലോ? ഇപ്പോഴോ? ഇപ്പൊ എവിടേക്ക് പോകാനാ? നീ വാ, അവിടെ ചെല്ലുമ്പോ നിനക്ക് മനസ്സിലാകും. നമ്മളെന്താ ഇവിടെ? വിവേക് എവിടെ? പറയാം, എല്ലാം പറയാം. നീ നകത്തേക്ക് വാ. ഒന്നും പറയണ്ട. വിവേക് എവിടെ? എനിക്കത് മാത്രം അറിഞ്ഞാ മതി. ജോയലെ, നീ വാശി പിടിക്കാതെ ഒന്ന് വാ, എല്ലാം പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. വിവേക് എവിടെയെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി. നിനക്ക് വിവേക് എവിടെയെന്നല്ലേ അറിയേണ്ടത്? അവൻ ആക്സിഡന്റ് ആയിട്ട് ICU-ലാ. മതിയോ? നിനക്ക് ഇത്ര അറിഞ്ഞാ മതിയോ? എന്താ എന്തിപ്പോ പറഞ്ഞേന്ന്? ജോയലെ, നിക്ക്. എവിടെ? വിവേക് എവിടെ? എനിക്കവരെ കാണണം. ജോയലെ, നീ ഒന്ന് കൂളാവ്, ടെൻഷൻ അടിക്കല്ലേ. ടെൻഷൻ അടിക്കല്ലേ? നിങ്ങൾ ആരോടും ഒന്നും പറയാതിരിക്കണ്ട. ഞാൻ എല്ലാവരോടും മാറി തിരിഞ്ഞ് ചോദിച്ചതല്ലേ വിവേക് എവിടെ, വിവേക് എവിടെ. എന്നിട്ട് ആരെങ്കിലും എന്നോടൊന്നും പറഞ്ഞു. പ്ലീസ്, എനിക്കവരൊന്ന് കാണണം. കാണിക്കേണ്ട. ഡോക്ടറിനോടൊന്നും പറയോ എന്നൊന്ന് കാണിക്കാൻ. എനിക്കവരത് കണ്ടാ മതി. അവരെ കുഴപ്പമില്ലാതിരിക്കാറിഞ്ഞാ മതി. മോനെ, എന്താണ് അവന് പറ്റിയത്? പപ്പ, വിവേക്, പപ്പയ്ക്ക് അവരത് കണ്ടാ മതി. പപ്പ ഡോക്ടറിനോടൊന്നും പറയോ. എനിക്കവരത് കണ്ടാ മാത്രം മതി. പപ്പ പ്ലീസ്, ഡോക്ടറിനോടൊന്നും പറഞ്ഞ എന്നെ അവരത് കാണിക്കോ. കരയല്ലേ, പപ്പ സംസാരിക്കാം. പപ്പ ഡോക്ടറിനോട് സംസാരിക്കാം. വന്ന് ഇവിടെ ഇരിക്കേ. പപ്പ ഡോക്ടറിനൊന്ന് കണ്ടിട്ട് വരാം. ഡോക്ടർ, മേ ഐ കമിങ്? യെസ്, കമിങ്. ഡോക്ടർ, ഞാൻ വിവേകിന്റെ ബൈസ്റ്റാൻഡർ ആണ്. ആളുടെ കണ്ടീഷൻ ഇപ്പോ എങ്ങനെയുണ്ട്? ഓ, കം സിറ്റ്. ഞങ്ങൾക്ക് എന്തായാലും തുറന്ന് പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ. ആളുടെ തല നല്ല രീതിക്ക് തന്നെ റോഡിൽ ഇടിച്ചാണ് വീണിരിക്കുന്നത്. സോ ഇന്റേണലി ബ്ലീഡിങ് ഉണ്ട്. കൂടാതെ തന്നെ ആളുടെ ബോഡി മെഡിസിനായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. സോ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ. നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക. എന്തായാലും അധികം ഹോപ്പ് ഞാൻ തരുന്നില്ല. ഡോക്ടർ പ്ലീസ് അങ്ങനെ പറയരുത്. ഞങ്ങൾ എത്ര പൈസ മുടക്കാൻ വേണമെങ്കിലും തയ്യാറാണ്. അവൻ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഡോക്ടർ പ്ലീസ്. നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടറിന് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിമിതി ഇല്ലേ? സോ നിങ്ങൾക്ക് വെറുതെ ഹോപ്പ് തന്നിട്ട് അവസാനം ഒന്നും ആയില്ലെങ്കിൽ അതിനും നല്ലത് എല്ലാവരെയും നിങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ ഡോക്ടർ, എന്നാലും എനിക്ക് അങ്ങനെയല്ലേ ഡോക്ടർ പറയാൻ പറ്റൂ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാനാ വന്നത്. എന്റെ മകനൊന്ന് കയറ്റി കാണിക്കാൻ പറ്റുമോ വിവേകിനെ? ആരെയും ICUവിന്റെ ഉള്ളിൽ അങ്ങനെ കയറ്റി കാണിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങളൊരു സിറ്റുവേഷൻ വെച്ച് ഞാൻ സമ്മതിക്കാം. ഒരു 5 minutes അതിനുള്ളിൽ കണ്ടിട്ട് ഇറങ്ങാൻ പറയണം. താങ്ക് യു ഡോക്ടർ. എന്റെ സോയില് കരയുവാണോ? എനിക്കൊന്നുമില്ലടാ. നീ സ്ട്രോങ് അല്ലേ? എന്തിനാ കരയുന്നേ? എനിക്കറിയായിരുന്നു നീ കോമ്പറ്റീഷൻ ചെയ്യും. പക്ഷേ എനിക്കെന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. കോമ്പറ്റീഷൻ കഴിഞ്ഞ്
നിന്റെ അടുത്തേക്ക് വരാൻ ഞാൻ പ്രോമിസ് തന്നതല്ലേ? ഈ വന്നില്ലെങ്കിലെന്താ? ഞാൻ വന്നില്ലേ നിന്റെ അടുത്തേക്ക്? സോയ, എനിക്ക് നിനക്ക് ഞാൻ തന്ന ഒരു പ്രോമിസ് പോലും എന്നെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുമെന്ന് തോന്നണില്ല. വിവേക്, നീ എന്തും ഞാൻ പറയുന്നു. നിനക്കൊന്നും പറ്റൂല വിവേക്. ഞാനുള്ളപ്പോ നിനക്കൊന്നും പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു പ്രോമിസ് ചെയ്യണം. അഥവാ എനിക്കെന്തെങ്കിലും പറ്റിയാലും നീ എനിക്ക് വേണ്ടി ജീവിക്കണം. എന്നെ ഓർത്ത് നീ കരഞ്ഞു തളർന്നിരിക്കരുത്. എനിക്ക് പ്രോമിസ് ചെയ്യണം ജോയൽ. ഇല്ല ഇല്ല, നിനക്കൊന്നും പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാനതിന് സമ്മതിക്കില്ല. അതെനിക്കറിയാം. എന്നാലും നീ പ്രോമിസ് ചെയ്യണം. പ്ലീസ് പ്ലീസ് ജോയൽ. ഓക്കെ, പ്രോമിസ്. നമ്മൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തത് ഇതിനാണോ വിവേക്? I love you. ഹലോ, അധികം നേരം ഐസിയുവിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ കരയില്ല. ഞാൻ നിനക്ക് തന്നെ പ്രോമിസ. നീ തിരിച്ചു വരുന്നുള്ള വിശ്വാസത്തിന് ഞാൻ പോകുക. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. റിയലി സോറി. ഞങ്ങളെ കൊണ്ട് വിവേകിനെ രക്ഷിക്കാൻ പറ്റിയില്ല. മോനെ ജോയല്, നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടേടാ? ഞാനവന് വാക്കുകൊടുത്തതാ. എനിക്കറിയില്ല. അതും തന്നെയല്ല ഞാനെന്തിനാ കരയുന്നേ? അവൻ എന്നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. അവൻ എനിക്ക് പ്രോമിസ് തന്നതാ എന്നെ വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന്. മോനെ, എങ്ങോടാടാ? അവിടെ നിക്ക് ജോയല്. ജസ്റ്റ് മൊമെന്റ് ഓഫ് ദിസ് അവാർഡ് ഷോ. എല്ലാവരും കാത്തിരുന്ന പോലെ ആ മൊമെന്റ് ഇതാ എത്തിയിരിക്കുന്നു. സോ ബെസ്റ്റ് മ്യൂസിഷ്യൻ ഓഫ് ദി ഇയർ ഗോസ് ടു ജെവി. ജെവി, വെൽക്കം ടു ദി സ്റ്റേജ്. First of all, I'm thankful to each and every one of you. ഈ അവാർഡിൻ്റെ പകുതി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയത്. സോ ഞാൻ ആ സപ്പോർട്ട് ഇനിയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് അടുത്ത പകുതി എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ സ്റ്റേജിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയും കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുക. ഇവാൻ, കം ടു ദി സ്റ്റേജ്. സോ ഹീസ് മൈ സൺ ഇവാൻ വിവേക്. എല്ലാവർക്കും കുറേ ഡൗട്ട് ഉണ്ടെന്നറിയാം. ഇതാണ് ബെസ്റ്റ് മൂമെൻ്റ് എന്ന് എനിക്ക് തോന്നി ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എല്ലാത്തിനും ഒരു സമയവും കാര്യമൊക്കെ ഉണ്ടല്ലോ. കൂടാതെ തന്നെ നാളെ എൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ലൈഫിലെ തന്നെ വലിയൊരു ഡ്രീമായിരുന്നു.
വിവേക സ്കൂൾ ഓഫ് മ്യൂസിക്. സോ അവിടെ ആർക്ക് വേണമെങ്കിലും പ്രായഭേദമന്യേ മ്യൂസിക്കിനോട് ഇഷ്ടമുള്ള എല്ലാവർക്കും അവിടെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. ഒരു ബോർഡേഴ്സും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്പോട്ടായിട്ട് വിവേക സ്കൂൾ ഓഫ് മ്യൂസിക് ചൂസ് ചെയ്യാം. സോ ഇതുവരെ കിട്ടിയ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. വൺസ് മോർ താങ്ക് യു. വാവ്, ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഈ ഡബിൾ ഹാപ്പി മൂമെൻറ്റിനിടയിൽ സേവി ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സോങ് പാടിത്തന്നു. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെന്താ, ചോപ്പ പപ്പയോട് പറഞ്ഞേക്കാട്ടോ. ഞാൻ തന്ന വാക്കൊക്കെ ഞാൻ സാധിച്ചിട്ടോ. ഇത് നിന്റെ ഡേയാ. പിന്നെ ഇവങ്ങോട്ട് നിന്നെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. നീ എനിക്ക് തന്ന വാക്കൊക്കെ എന്താ സാധിച്ചു തരാ. അടുത്ത ഏതെങ്കിലും ഒരു ജന്മത്തിൽ നീ എന്റേതാകുന്നുള്ള വിശ്വാസം അതെനിക്കുണ്ട്. അതുകൊണ്ട് എത്ര ജന്മം വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്.